ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവവചനത്തെ ഹൃദയപൂർവ്വം കേൾക്കുകയും ആ വചനത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന സമയമാണിത്. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രൂപപ്പെടുത്താനായിട്ടുള്ള കൃപാവരം തരണമേ എന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങിന്ന് ഞങ്ങൾക്ക് തരുന്ന ദിവ്യ ഔഷധമായ ദൈവവചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, മാനുഷികമായ പ്രബോധനങ്ങളല്ല, അവിടുത്തെ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഗ്രഹിക്കാൻ ആവശ്യമായ കൃപാവരം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വചനത്തെ ഉപാസിച്ച അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗത്തിലേക്ക് ഇന്ന് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യമാണത്. വളരെ സുപരിചിതമാണ് ആ വാക്യം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. രണ്ട് കാര്യങ്ങൾ നാം ഇതിൽ നിന്ന് ഒന്ന് ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. ഒന്ന്, അവൻ ശബ്ദമുയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കലേക്കാണ് ഏത് ദാഹമുള്ള വ്യക്തിയും കടന്നു വരേണ്ടത്. ഇന്ന് നമ്മൾ ചുറ്റുപാടിനൊരു പ്രത്യേകതയുണ്ട്. ദാഹമുള്ള ജനങ്ങളാണ് നമ്മുടെ ചുറ്റും. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, ജീവിത വിജയത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, നമ്മുടെ കാർന്നോന്മാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു നിലയിലെത്താൻ വേണ്ടി ദാഹിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ദാഹിക്കുന്ന, സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ദാഹമുള്ള മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരുടെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ ഇന്ന് നമുക്കിടയിൽ നടക്കുന്നുണ്ട്. മതത്തിന് പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ മതങ്ങളും മനുഷ്യരുടെ ദാഹം തീർക്കാൻ വേണ്ടി ഈ മതങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. മറ്റ് സാംസ്കാരിക സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഒക്കെ മനുഷ്യരുടെ ദാഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവയാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒക്കെ ഈ ദാഹം, മനുഷ്യൻ്റെ ദാഹം ഇന്ന് എല്ലാവരുടെയും പ്രശ്നമാണ്. ദാഹിക്കുന്ന മനുഷ്യരെ എങ്ങും കണ്ടുമുട്ടാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് ശബ്ദമുയർത്തി പറഞ്ഞത്. അത് പറഞ്ഞത് സ്ഥലം തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിലാണ്. ജെറൂസലേം തിരുനാൾ വർഷത്തിൽ, പ്രത്യേകിച്ച് ഈ തിരുനാൾ കൂടാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അനേകർ സമ്മേളിക്കുന്ന, ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും അധികം മനുഷ്യർ ഒന്നിച്ചു വരുന്ന ഒരു സ്ഥലം. അതാണ് കർത്താവ് ഇത് പറയാൻ തിരഞ്ഞെടുത്ത വേദി. ശബ്ദം ഉയർത്തി പറഞ്ഞു, എല്ലാവരും കേൾക്കണം. കേൾക്കേണ്ടത് എന്താണ്? ദാഹിക്കുന്നവർ വരേണ്ടത് എൻ്റെ അടുക്കലേക്കാണ്. ഇതിന് വേറൊരർത്ഥം കൂടി ഉണ്ടല്ലോ. ദാഹിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് എൻ്റെ അടുക്കലേക്കാണ്. ദാഹിക്കുന്നവർ ചെല്ലേണ്ടത് കർത്താവിൻ്റെ അടുക്കലേക്കാണ്. 2, ദാഹിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് ചെല്ലേണ്ടത് കർത്താവിൻ്റെ അടുക്കലാണ്. കർത്താവിൽ നിന്ന് മാത്രമേ മനുഷ്യൻ്റെ ദാഹം മാറുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ ദാഹം മാറുകയുള്ളൂ. കാരണം ജീവജലത്തിൻ്റെ ഉറവിടം കർത്താവാണ്.
സകല മനുഷ്യർക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം അങ്ങനെയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. സകല മനുഷ്യർക്കും ജീവനുണ്ടാകാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ദാഹം തീർക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ച ഉറവയാണ്, ജീവജലത്തിൻ്റെ ഉറവയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും ചെല്ലേണ്ടത് കർത്താവിങ്കലേക്കാണ്. ഇതിനോട് ചേർത്ത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യവും ചേർത്ത് വായിക്കണം. 14-ാമത്തെ വാക്യം എന്താണ്? മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ കുരിശിൽ ഉയർത്തി നാട്ടപ്പെട്ടത് സകലരും കാണാൻ വേണ്ടി ആ മലയുടെ മുകളിൽ അവൻ കുരിശിൽ ഉയർത്തി നാട്ടപ്പെട്ടത് സകല മനുഷ്യരുടെയും ദാഹത്തിന്, എന്ത് ദാഹത്തിനും സകല മനുഷ്യർക്കും ജീവജലം നൽകാനാണ്, ദാഹം ശമിപ്പിക്കാനാണ്. 2 ചോദ്യങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. ഒന്ന്, എൻ്റെ ദാഹം ശമിക്കാൻ വേണ്ടി ഞാൻ ആശ്രയിക്കുന്ന ഏക ഉറവ കർത്താവായ യേശുക്രിസ്തുവാണോ? 2, എനിക്ക് ചുറ്റും ദാഹിക്കുന്ന അനേകരുണ്ട്. സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, ഉയർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ, എന്തോ ആവട്ടെ, ഭൗതികവും ആത്മീയവും ആയ ദാഹം. ഈ ദാഹിക്കുന്നവരെ ഞാൻ ഈ ഉറവയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ എത്രത്തോളം തൽപരനാണ്? ഈ 2 ചോദ്യങ്ങളും ഈ വചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. എന്താണ് നമ്മൾ വായിച്ച തിരുവചനം? തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന്, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അതാണ് 3-ാമത്തെ കാര്യം. അപ്പം ആദ്യത്തേത്, ദാഹിക്കുന്നവരെല്ലാവരും ചെല്ലേണ്ടത് കർത്താവായ യേശുവിൻ്റെ അടുക്കലേക്കാണ്. 2, ദാഹിക്കുന്നവരെ ഞാൻ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതിൽ എത്രത്തോളം തൽപരനാണ്. 3, ഇവനിൽ നിന്ന് കുടിച്ചാൽ മാത്രം, ദാഹിക്കുന്ന വ്യക്തികൾ ഈ കർത്താവിൽ നിന്ന് കുടിച്ചാൽ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഇവനിൽ നിന്നും പിന്നീട് ഈ ദാഹജലം ഒഴുകാൻ തുടങ്ങും. ഇവൻ അനേകരുടെ ദാഹം ശമിപ്പിക്കുന്നവനായി മാറും. ഈ കർത്താവിൽ നിന്ന് കുടിക്കുന്ന വ്യക്തി അനേകരുടെ ദാഹം ശമിപ്പിക്കുന്നവനായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആത്മശോധന ചെയ്യണം. 1, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ഏക ഉറവയായി ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? അതോ എൻ്റെ ദാഹത്തിന് ശമനം തേടി ഞാൻ അന്വേഷിക്കുന്നത് ഒരുപക്ഷെ സമ്പത്തിനെയാണോ? സമ്പത്തിൻ്റെ ദാഹം തീർക്കും എന്ന് വിചാരിച്ച് എൻ്റെ ശ്രമവും എൻ്റെ ശ്രദ്ധയുമെല്ലാം ഈ സമ്പത്താർജിക്കാനാണോ? അതോ എനിക്ക് ദാഹം തീർത്തു തരുന്നത് എൻ്റെ വീടാണ്, എൻ്റെ കുടുംബമാണ്. എൻ്റെ ദാഹം ശമിപ്പിച്ചു തരുന്നത് എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ ഒരു നിലയിലെത്തിക്കാൻ ഉള്ള ശ്രമത്തിലാണോ ഞാൻ? എന്നിട്ട് എങ്ങും ദാഹം തീരാതെ വരുമ്പോൾ അവസാനം ഞാൻ എത്തുന്ന ഉറവയായി മാത്രം കർത്താവ് മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഏത് ദാഹവും തീർക്കാൻ ഞാൻ ആശ്രയിക്കേണ്ട ഉറവ കർത്താവായ യേശുക്രിസ്തുവായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഏത് ദാഹത്തിൻ്റെയും ഉത്തരം. നമുക്ക് നമ്മുടെ ശ്രദ്ധ പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് പോകണം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട, മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽക്കാർ ചെന്നുപെട്ടത് ചെങ്കടലിൻ്റെ മുമ്പിലാണ്.
അവരുടെ യാത്ര ചെന്ന് പെട്ടത് ചെങ്കടലിൻ്റെ മുമ്പിലാണ്. ഇനി അതുമാത്രമല്ല, പിന്നാലെ ഇതാ ഈജിപ്തിൻ്റെ സൈന്യം വരുന്നു പിന്നാലെ ഇവരെ പിടികൂടി തിരിച്ചു കൊണ്ടുപോകാൻ. അങ്ങനെ സത്യത്തിൽ അവർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിലെത്തി, പരിഭ്രാന്തരായി. 10-ാമത്തെ വാക്യം വായിക്കണം. 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകളുയർത്തി നോക്കി, തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അടുത്ത പടി അവർ പലവട്ടം പലയിടത്തേക്ക് തിരിഞ്ഞു. അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് സംഭവിച്ചെന്താണ്? 11-ാമത്തെ വാക്യം. അവർ മോശയോട് ചോദിച്ചു. അവർ മോശയ്ക്കെതിരെ തിരിഞ്ഞു. എടാ, ഈജിപ്തിലെങ്ങും 6 അടി മണ്ണ് കിട്ടുകയില്ലായിരുന്നോ, ശവക്കുഴി കിട്ടുകയില്ലായിരുന്നോ ഞങ്ങളെ കുഴിച്ചു മൂടാൻ? ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ നരകയാതനയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണോ? കണ്ടോ, അവർ പരിഭ്രാന്തരായി, വാവിട്ട് നിലവിളിച്ചു. അവർ ആകെ നിരാശരും ഒക്കെയായി. 14-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നത് ഭയം കൊണ്ട് വിറങ്ങലിച്ച് തെറിച്ച് നിൽക്കുന്ന ഇസ്രായേൽക്കാരാണ്. ഭയം കൊണ്ട് വിറങ്ങലിച്ച് തെറിച്ച് നിൽക്കുന്ന ഇസ്രായേൽക്കാർ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും. നമ്മുടെ അഭയശിലയും കോട്ടയും കർത്താവാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആ കർത്താവിൽ നിന്ന് ഹൃദയം തിരിച്ച് കർത്താവിൽ നിന്നും ദാഹജലമായ കർത്താവിൽ നിന്നും കുടിക്കേണ്ടതിന് പകരം നമ്മൾ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി, അവിടെ ആശ്രയിച്ചു ഇവിടെ ആശ്രയിച്ചു, ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. ഇവരെ പോലെ ഇപ്പം ഇവരിവിടെ നിൽക്കുന്നത് ഗത്യന്തരമില്ലാത്ത അവസ്ഥ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിവിടെ കിടന്ന് ചാവാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളുടെ കർത്താവ് എന്തിയെ? അവിടുന്ന് കൊണ്ടുവന്ന കർത്താവ് എന്തിയെ? അവരാകെ പരിഭ്രാന്തിയിലാണ്, പരവേശത്തിലാണ്, വെപ്രാളത്തിലാണ്. ഗത്യന്തരമില്ലാതെ അവർ അലറിക്കൂവി വിളിച്ച്, ഇതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ, അവരുടെ സാഹചര്യം. നമ്മളും ചിലപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങളിൽ പെടും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരോട് 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ മോശ പറഞ്ഞത് എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, എത്രയോ ആഴവും അർത്ഥവുമുള്ള സുവർണ വാചകം മോശ അവരോട് പറഞ്ഞു. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, വെപ്രാളപ്പെടേണ്ട, പരവേശപ്പെടേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട, കയ്യും കാലും വിട്ടടിക്കേണ്ട. നിങ്ങൾ ശാന്തരായിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കണ്ടോ, അവർ ആ കർത്താവിൽ നിന്നാണ് വെള്ളം കുടിക്കേണ്ടത്. അവർ പരവേശത്തിലാണ്, വെപ്രാളത്തിലാണ്. അവർക്കിടയിൽ ഒരു കർത്താവുണ്ട്. ഇവർ ഈ കർത്താവിൽ നിന്ന് അവരുടെ ഹൃദയം തിരിഞ്ഞു. ഈ കർത്താവിൽ നിന്നല്ല അവർ കുടിക്കുന്നത്. അവരപ്പം നോക്കുന്നത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, രക്ഷപ്പെടാൻ വഴികളുണ്ടോ എന്ന് നോക്കി. അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ മോശയ്ക്കെതിരെ തിരിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ദാഹം മൂത്ത് കഴിയുമ്പം നമ്മൾ അവിടെയും ആ വാതിലും തട്ടും ഈ വാതിലും തട്ടും, ആ വഴിയും നോക്കും ഈ വഴിയും നോക്കും. അവസാനം നമ്മൾ വെപ്രാളത്തിലും പരവേശത്തിലും ആകും. ഞങ്ങൾ എന്നാ ചെയ്യും, അയ്യോ ഞാൻ എന്നാ ചെയ്യും, നമ്മൾ വെപ്രാളത്തിലും പരവേശത്തിലുമാവും. അപ്പോഴും ദാഹജലം നമ്മുടെ നടുവിലുണ്ടെന്നോർക്കണം. നമ്മൾ കുടിക്കുന്നില്ല അതിൽ നിന്ന്. ഈ ദാഹജലത്തിൽ നിന്ന് നമ്മൾ കുടിക്കാതെ നമ്മൾ പരവേശം കൊണ്ട് അവിടെ ഇവിടെ ഓടി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവായ ഈശോ മിശിഹാ പറഞ്ഞത്, ദാഹിക്കുന്നവൻ വെപ്രാളപ്പെടാതെ, പരവേശപ്പെടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ, കയ്യും കാലും ഇട്ടടിക്കാതെ, നിങ്ങൾക്ക് നടുവിൽ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും കർത്താവിൽ മാത്രം ആശ്രയിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ഞാൻ ശാന്തനായിരുന്നാൽ മതി. ഒരു കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. ഈ കർത്താവിൽ നിന്നും നാം കുടിക്കാറില്ല. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം. കർത്താവിൽ നിന്നും മാത്രം കുടിക്കണം. 2, അങ്ങനെ കുടിച്ച് പരിചയമുള്ളവർക്ക് മാത്രമേ മനുഷ്യരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ.
നമുക്ക് ചുറ്റും നമ്മളെപ്പോലെ തന്നെ പരവേശത്തിലും വെപ്രാളത്തിലും ഈ ദാഹജലം കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന മനുഷ്യരുണ്ട്. അവരും ഇതുപോലെയാണ്. അവിടെയും തട്ടി ഇവിടെയും തട്ടി, ആ വാതിക്കലും പോയി ഈ വാതിക്കലും പോയി, ആ വഴി നടന്നു ഈ വഴി നടന്നു, എന്നിട്ടും ഈ പരവേശം മാറാതെ നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുവരണം ഈ കർത്താവിങ്കലേക്ക്. എടാ, ഇവിടെ ജീവജലത്തിൻ്റെ ഉറവയുണ്ട്, അത് കുടിച്ച് അനുഭവമുള്ള സംതൃപ്തിയുള്ള മനുഷ്യർക്ക് ദാഹിക്കുന്നവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂ. 3, അങ്ങനെ കുടിക്കുമ്പോൾ എന്തു പറ്റും? ഞാൻ കർത്താവിൽ നിന്ന് കുടിക്കുമ്പോൾ കർത്താവ് ജീവജലത്തിൻ്റെ ഉറവയാണ്. ആ ഉറവയെ ആവോളം കുടിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിലേക്ക് ചെല്ലണം. നഷ്ടം വന്നോ കർത്താവിലേക്ക് ചെല്ലണം. കഷ്ടം വന്നോ കർത്താവിലേക്ക് ചെല്ലണം. തോറ്റോ ആ തോൽവിയുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ഇനി ജീവിതം തകർന്നോ ആ തകർച്ചയുമായി കർത്താവിങ്കിലേക്ക് ചെല്ലണം. എപ്പോഴും ആ ഉറവ അവിടെയുണ്ട്. അവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അങ്ങനെ ചെന്ന് കുടിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഈ ഉറവ ഒഴുകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഈ ഉറവ ഒഴുകാൻ തുടങ്ങുമെന്ന് അത് ചുറ്റുമുള്ള അനേകർക്ക് കുടിക്കാൻ പറ്റും. അതിൻ്റെ ആ കാലഘട്ടമാണിത്. ഈ ഉറവ നമ്മളിൽ നിന്ന് സ്നേഹമായി, പരിഗണനയായി, പരിചരണമായി, വാത്സല്യമായി, കരുതലായി, തലോടലായി ഒക്കെ ഒഴുകും. കുടിക്കാൻ പറ്റും. ഇത് മദർ തെരേസ ക്യൂബയിൽ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ മദർ തെരേസ ക്യൂബൻ ഗവൺമെൻറ്റിനോട് അന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: ഞങ്ങൾക്കിവിടെ ദൈവത്തെ ആരാധിക്കാൻ, തിരുവോസ്തിരൂപനായ കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങൾക്കിടം വേണം. കാരണം ഞങ്ങൾ ജീവജലം കുടിക്കുന്നത് ഈ കർത്താവിൽ നിന്നാണ്. ഞങ്ങളത് കുടിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അത് കുടിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ സിസ്റ്റേഴ്സിലൂടെ സ്നേഹത്തിൻ്റെ ജലം, കരുണയുടെ ജലം, വാത്സല്യത്തിൻ്റെ ജലം നിങ്ങളുടെ രാജ്യത്തിലെ മനുഷ്യരിലേക്ക് ഒഴുകില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് പള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവജലം ഒഴുകണം. നമുക്ക് ചുറ്റുമുള്ള ധാരാളം മനുഷ്യരുണ്ട് ദാഹിക്കുന്നവർ. അവരിലേക്ക് ജീവജലത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തമാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ജലം നമ്മളിലൂടെ ഒഴുകണം. കരുണയുടെ ജലം നമ്മളിലൂടെ ഒഴുകണം. വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും തലോടലിൻ്റെയും ഒക്കെ ജലം ഒഴുകണം മനുഷ്യരിലേക്ക്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ ജീവജലത്തെ അറിയാവുന്ന ഞാൻ, ജീവജലം ആയ കർത്താവിനെ അറിയാവുന്ന ഞാൻ, ഏത് കൊച്ചും വലുതുമായ ദാഹങ്ങളിൽ ഞാൻ ഈ കർത്താവിൽ നിന്ന് മാത്രം കുടിക്കണം, മറ്റെങ്ങൊന്നും കുടിക്കരുത്. എനിക്ക് പണം ഉണ്ടാവാം, ഞാൻ അതിൽ നിന്ന് കുടിച്ച് എൻ്റെ ദാഹം ശമിപ്പിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് ജീവിത സൗകര്യങ്ങളുണ്ടാവാം, അതിൽ നിന്ന് കുടിച്ചെൻ്റെ ദാഹം ശമിപ്പിക്കാൻ ശ്രമിക്കരുത്. നിന്നിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകി അനേകരെ ആ അരുവി സംതൃപ്തരാക്കാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവിൽ നിന്ന് കുടിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിൽ നിന്നും കുടിച്ച സമറിയാക്കാരി സ്ത്രീയെ ഈ സമയം നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കരുത്. ദാഹിച്ചവളാണ് അവൾ, ദാഹിച്ചവൾ. സ്നേഹം കിട്ടാതെ, പരിഗണന കിട്ടാതെ, വാത്സല്യം കിട്ടാതെ ദാഹിച്ചവൾ. അനേകരുടെ ചവിട്ടും തുപ്പുമേറ്റ് അവൾ തകർന്നവൾ, ദാഹം കൊണ്ട് ജീവിക്കുന്നവൾ. സമറിയ വംശത്തിൽ പിറന്നതുകൊണ്ട് അതിൻ്റെ ചവിട്ടും തുപ്പും, സ്ത്രീയായി പിറന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചവിട്ടും തുപ്പും. അവസാനം ജീവിതത്തിൽ എന്നോ വ്യഭിചാരത്തിൻ്റെ അടിമത്തത്തിൽ ചെന്ന് പെട്ടതുകൊണ്ട് അങ്ങനെ പ്രിയപ്പെട്ടവരെ ദാഹം കൊണ്ട് വലഞ്ഞവളാണവൾ. അവളെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലും വെള്ളം കോരാൻ വരുന്നവളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദാഹം കൊണ്ട് വലഞ്ഞവൾ. പല സ്ഥലങ്ങളിൽ പലയിടത്ത് ചെന്ന് ദാഹം ശമിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ജീവിതത്തിൻ്റെ ഈ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റാതെ ജീവിക്കുന്നവൾ. അവളെ ദാഹമുള്ളവളെന്ന് തന്നെയാണ് തിരുവചനം വർണ്ണിച്ചിരിക്കുന്നത്.
അവൾ എത്തി നിൽക്കുന്ന കിണറിന് പോലും അവളുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, നീ കോരിക്കുടിക്കുന്ന ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നീട് വീണ്ടും ദാഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ നേരെയുള്ള ഒരു ചൂണ്ടലാണ്. നീ കുടിക്കുന്ന ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും നിനക്ക് ദാഹിക്കും. പണം തരുന്ന സംതൃപ്തിയുടെ വെള്ളം നീ കുടിച്ചാൽ, ജീവിത സൗകര്യങ്ങൾ നിനക്ക് തരുന്ന സംതൃപ്തിയുടെ വെള്ളം കുടിച്ച് നീ ജീവിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഇത് നമ്മുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഞാൻ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ ദാഹശമനികളായിട്ട് ഞാൻ ഉപയോഗിക്കുകയല്ല. എൻ്റെ പണവും എൻ്റെ സൗകര്യങ്ങളും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ ജോലിയും ഒക്കെ എൻ്റെ ആരോഗ്യവും രോഗമില്ലാത്ത ശരീരം. ഒരുപക്ഷെ നമ്മളുടെ ദാഹം തീർക്കുന്നത്, എനിക്ക് വലിയ രോഗമൊന്നുമില്ലല്ലോ, എൻ്റെ കൊച്ചുങ്ങൾക്ക് രോഗമൊന്നുമില്ലല്ലോ, നമ്മളുടെ ദാഹം തീർക്കുന്നത് ഈ ആരോഗ്യം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വീണ്ടും ദാഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നാണ് അവളോട് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം, ഞാനാകുന്ന വെള്ളം, സ്നേഹത്തിൻ്റെ വെള്ളം, ഞാനാകുന്ന വാത്സല്യത്തിൻ്റെ വെള്ളം, ഞാനാകുന്ന രക്ഷയുടെ ജലം, ഞാനാകുന്ന അഭിഷേകത്തിൻ്റെ ജലം നീ എന്നിൽ നിന്ന് കുടിച്ചാൽ പിന്നെ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. അവൾ അന്ന് തന്നെ അപ്പോൾ തന്നെ ആ ജലം കുടിക്കാൻ തയ്യാറായി എന്നതാണ് സമറിയാക്കാരി സ്ത്രീയെ ഉള്ളിടത്തോളം കാലം വലിയവളാക്കുന്നത്. അവൾ അപ്പം തന്നെ ആ ജലം കുടിക്കാൻ തയ്യാറായി എന്ന്. ഫലമെന്താ? ആ മാത്രയിൽ അവളിൽ നിന്നും ജലത്തിൻ്റെ അരുവികൾ ഒഴുകാൻ തുടങ്ങി. നേതൃത്വത്തിൻ്റെ അരുവി അവളിൽ ഒഴുകി, സഹാനുഭൂതിയുടെ അരുവി അവളിൽ ഒഴുകി, സ്നേഹത്തിൻ്റെ അരുവി അവളിൽ ഒഴുകി. നോക്കൂ, അവൾക്ക് വേണമെങ്കിൽ അവിടുന്ന് അപ്പം തന്നെ തിരിച്ചവളുടെ വീട്ടിലേക്ക് പോവാം. ഈ ജലമൊക്കെ കുടിച്ച് സംതൃപ്തിയോടുകൂടി, കർത്താവാകുന്ന ജീവജലത്തെ കുടിച്ച് സംതൃപ്തിയോടുകൂടി അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോവാം. മാന്യം മര്യാദയ്ക്ക് പിന്നീട് ജീവിക്കാം. പക്ഷേ നമ്മൾ കണ്ടുമുട്ടുന്ന അതല്ല. കുടിച്ച അവളിൽ നിന്ന് അപ്പം തന്നെ ജീവജലത്തിൻ്റെ അരുവി, സഹാനുഭൂതിയുടെ അരുവി. അപ്പോഴാണ് അവൾ അവളുടെ നാടിനെക്കുറിച്ച് ഓർത്തത്. എൻ്റെ നാട്ടിൽ എത്രയോ പേര് ഞാൻ കുടിച്ച ഈ ജലത്തിൻ്റെ സ്വാദനുഭവിക്കാതെ ജീവിക്കുന്നു. എൻ്റെ നാട്ടിൽ എത്രയോ പേര് ഞാൻ അനുഭവിച്ച ഈ അരുവിയുടെ സംതൃപ്തി അനുഭവിക്കാതെ എത്രയോ പേര് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവളിൽ നിന്ന് പിന്നെ ഒഴുകുന്നത് ഈ സഹാനുഭൂതിയുടെ ജലം ഒഴുകുകയാണ്. ഈ സഹാനുഭൂതിയോടെ അവളുടെ നാട്ടിലേക്ക് ചെന്നിട്ട് വീടാന്തരം കയറി ഇറങ്ങി കണ്ടവരോടും കേട്ടവരോടും ഒക്കെ അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ വെള്ളം കുടിച്ചു. ഇതാണ് സഹാനുഭൂതിയുടെ ജീവജലത്തിൻ്റെ അരുവി അവളിലൂടെ ഒഴുകിയത്. അല്ലാതെ അവൾ കുടിച്ച ജലത്തിൻ്റെ സമൃദ്ധിയിൽ അവളങ്ങ് ഒതുങ്ങി ജീവിക്കുകയല്ല. അങ്ങനെയെങ്കിൽ അവൾ കുടിച്ച വെള്ളം ഈ ജീവജലത്തിൻ്റെ അരുവിയല്ല. ഈ അരുവിയല്ല അവൾ കുടിച്ചത്. പക്ഷെ അവൾ കുടിച്ചത് ഈ യേശുവാകുന്ന ജീവജലത്തിൽ നിന്നായതുകൊണ്ട് അവളിൽ നിന്ന് അത് ഒഴുകുന്ന സഹാനുഭൂതിയും സ്നേഹവും വാത്സല്യവുമായിട്ട് ഒഴുകുകയാണ്. അവൾ ചെല്ലുന്നു, നാട്ടിൽ ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് അവർ അനുഭവിക്കുന്നത് ഇവളിലൂടെ ഒഴുകിയ ജീവജലത്തെ അവരനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഈ ജലാവോളം കർത്താവിലേക്ക് വരാം. ഏത് പ്രതിസന്ധിയും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ട് അടിയറ വയ്ക്കാം. നമ്മൾ പല വഴി ശ്രമിച്ച് അവസാനം തോറ്റു തുന്നം പാടി കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്ന ശൈലി നിർത്തിയിട്ട് നമുക്കൊരു പ്രതിസന്ധി, നമുക്കൊരു പ്രയാസം, നമുക്കൊരാവശ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അഭയശീല അവിടെ നിന്നാണ്. നമുക്ക് ഓടിക്കർത്താവിലണയാം. നമുക്കൊരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും എന്നുറപ്പ് തന്ന കർത്താവ്. ആ കർത്താവിലേക്ക് വരാം. ജീവജലത്തിൻ്റെ രൂപിയായ കർത്താവിലേക്ക് നമുക്കൊരു കുടുംബ പ്രതിസന്ധി, കുടുംബം ഒന്നിച്ച് കർത്താവിലേക്ക് വാ. കർത്താവിൽ നിന്ന് ആ സ്നേഹം അനുഭവിക്കുക. അപ്പോൾ അറിയാതെ നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മളിലൂടെ ഈ ജീവജലത്തിൻ്റെ അരുവികൾ അനേകരിലേക്ക് ഒഴുകും. അത് ലോകത്തിൽ എവിടെല്ലാം ഈ അരുവി ഒഴുകി ചെല്ലുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ കർത്താവിൽ നിന്നും കുടിച്ച ജീവജലം നമ്മളിലൂടെ ഒഴുകുമ്പോൾ ലോകത്തിൽ ആരിലേക്കെല്ലാം അത് ചെല്ലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിൽ നിന്ന് ആവോളം കുടിക്കാം, വീണ്ടും കുടിക്കാം, പിന്നെയും കുടിക്കാം. ഈ കർത്താവിൽ നിന്ന്
കർത്താവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭയകേന്ദ്രം. മറ്റൊന്നുമില്ല. എൻ്റെ കഴിവോ എൻ്റെ ധനമോ എൻ്റെ ജോലിയോ എൻ്റെ വരുമാന മാർഗങ്ങളോ എൻ്റെ ആരോഗ്യമോ ഒന്നും അല്ല എൻ്റെ അഭയകേന്ദ്രം. എൻ്റെ കർത്താവാണ്. ആ കർത്താവിൽ നിന്ന് ആവോളം കുടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ പലതിലും ആശ്രയിച്ച് പലരിലും ആശ്രയിച്ച് ജീവിക്കുന്നവരാകാതെ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാകാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളിലൂടെ ഈ ജലം അനേകരിലേക്ക് ഒഴുകി അവർ സംതൃപ്തരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.